കാണാം. ഇനി സ്മൃതി പരുത്തിക്കാട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്മൃതി പരുത്തിക്കാട്, മേപ്പാടിയിലും ഈ ചൂരൽമലയിലും വെള്ളാർമലയിലും ഒപ്പം ഈ പ്രദേശങ്ങളിലുമെല്ലാം നമ്മളെ നടുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. കമ്മ്യൂണിറ്റി സെൻറ്റർ അക്ഷരാർത്ഥത്തിൽ മൃതശരീരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അവിടെയും ഒരു താൽക്കാലിക ക്ലിനിക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 140 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 143 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 100ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. എന്താണ് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ നിന്നുള്ള കാഴ്ച സ്മൃതി പരുത്തിക്കാട്? കമ്മ്യൂണിറ്റി സെൻറ്ററിലെ കാഴ്ച അതീവ ദയനീയമാണ്. ഇപ്പോൾ ഞങ്ങൾ കണ്ടത് മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി വെച്ചിരിക്കുന്ന ഒരു മോർച്ചറിയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. തിരിച്ചറിയാനായി നിരവധി മൃതദേഹങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. ഇവിടെ തിരിച്ചറിഞ്ഞ് പുറത്തെത്തിയ ഒരുപാട് കുടുംബങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഇവരിൽ പലരും ഒരു കുടുംബത്തിലെ 3-4 പേരെ നഷ്ടപ്പെട്ടവർ, അതിൽ 1-2 പേരുടെ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെത്തുകയും ബാക്കി മൃതദേഹങ്ങൾ ഈ നിലമ്പൂരിലേക്ക് ചാലിയാർ പുഴയിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നവരുണ്ടതിൽ. അപ്പോൾ ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാതെ ഞങ്ങൾ എവിടേക്കാണ് ആദ്യം പോകേണ്ടത്? ഇവിടെ നിന്നാൽ മതിയോ? ഇവിടെ നിന്നാൽ ഇവിടേക്ക് ബാക്കി മൃതദേഹങ്ങൾ എത്തുമോ? വീണ്ടും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട അവസ്ഥ എന്നൊക്കെ പലരും പ്രതികരിക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ആ മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്ന് മുഴുവൻ മൃതദേഹങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് എത്തിക്കാൻ വൈകുന്നതിൽ പലരും വിഷമം പറയുന്നുണ്ട്. കാരണം ഒരു കുടുംബത്തിലെ പകുതി മൃതദേഹങ്ങൾ ഇവിടെ, പകുതി അവിടെ എന്ന നിലയ്ക്കാണ്. പലതും ശരീരഭാഗങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരുപാട് പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ പല കുടുംബങ്ങളും പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ തിരിച്ചറിയാനും അവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാത്തത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത് വൈകുന്നത് ബുദ്ധിമുട്ടാകുന്നു എന്നാണ് പല കുടുംബങ്ങളും. ഞങ്ങളിപ്പോൾ ഒരു 3-4 കുടുംബങ്ങളോട് പ്രതികരണം തേടുകയുണ്ടായി. ഇവരൊക്കെ തന്നെ ഒരുപോലെ പറയുന്ന കാര്യം ഇതാണ്. ഇവരിൽ പല ബന്ധുക്കളിൽ പലരും ചാലിയാർ പുഴയിലൂടെ അപ്പുറത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാമെന്നുള്ളതാണ്. ഇതിനകം 1-2 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. തിരിച്ചറിഞ്ഞ ശേഷമുള്ള മൃതദേഹങ്ങൾ. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. സ്മൃതി പറയുന്നത് പോലെ കമ്മ്യൂണിറ്റി സെൻറ്റർ ഒരു മോർച്ചറിയായി അക്ഷരാർത്ഥത്തിൽ മാറിയ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തേടി ഒരു നാട്ടിലെ മനുഷ്യർ പരക്കം പായുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി നിലമ്പൂരിൽ നിന്ന് കുറേ മൃതദേഹങ്ങളുണ്ട്. ആ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക്, ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിലേക്ക് എത്തിക്കണമെന്നതാണ് അവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ നിലവിൽ അതിന് സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്താണ് തടസ്സമെന്ന് നമുക്കൊന്ന് ചോദിക്കാം. മാത്രവുമല്ല, ഇവിടെ നിന്നും ആളുകൾക്ക് 100ഓളം പേരെ കണ്ടെത്താനുണ്ടെങ്കിൽ അവരാരാണ് എന്നറിയാതെ എത്ര പേർ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരുമെന്നതും ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല, ഉറ്റവരെ തേടി മനുഷ്യർ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരുന്നതിനേക്കാൾ വലിയൊരു കഷ്ടവുമില്ല. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൻ്റെ 16-അംഗ വാർത്താ സംഘം ഈ തത്സമയ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലും വെള്ളാർമലയിലും നിന്ന് ദുരന്തം പിഴുതെറിഞ്ഞ ഒരു മനുഷ്യാവാസ വ്യവസ്ഥയുടെ നേർചിത്രങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 26 മണിക്കൂർ മുമ്പ് ജീവിതത്തിലേക്ക് സമാധാനമായി ഉറങ്ങാൻ പോയവർ പിന്നൊരിക്കലും ഉണരാതെ പോയ കാഴ്ചയുടെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. വീടുകൾ തകർന്നു കിടക്കുന്ന കാഴ്ച കാണാം. ആ വീടിനടിയിൽ മനുഷ്യരുണ്ടോ എന്നതിപ്പോഴും നിശ്ചയമില്ല. 100ഓളം മനുഷ്യരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.